തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജ് ഗ്രൗണ്ടിൽ RSS പരിശീലന ക്യാമ്പ്. കഴിഞ്ഞ 18-ാം തീയതി മുതലാണ് ക്യാമ്പ് ആരംഭിച്ചത്. ഗ്രൗണ്ടിൽ RSS ക്യാമ്പ് നടത്താൻ അനുമതി നൽകിയതിനെതിരെ പ്രതിഷേധവുമായി SFI രംഗത്തെത്തി. പരിശീലനത്തിന്റെ ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു. തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിന്റെ ഗ്രൗണ്ടിലാണ് RSSന് പരിശീലന ക്യാമ്പിനായിട്ട് സ്ഥലം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 18-ാം തീയതി മുതൽ ഇവിടെ ക്യാമ്പ് പ്രവർത്തനം ആരംഭിച്ചു വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഗ്രൗണ്ടിൽ ഈ ക്യാമ്പ് നടത്താൻ അനുമതി നൽകിയതിനെതിരെ SFI വലിയ പ്രതിഷേധത്തിലാണ്. കാരണം പരിശീലനത്തിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ആരുടെ അനുമതിയോടുകൂടിയാണ് ഈ ഗ്രൗണ്ട് RSS പരിശീലനത്തിനായി മാർ ഇവാനിയോസ് കോളേജിന്റെ ഗ്രൗണ്ട് നൽകിയത് എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഗോപാൽ ശിലാസനലുണ്ട് വിവരങ്ങൾ നൽകാനായി. ഗോപാൽ, ഈ RSSന് പരിശീലന ക്യാമ്പിനായിട്ട് ഈ ഗ്രൗണ്ട് വിട്ട് നൽകിയത് ആരുടെ അനുമതിയോടുകൂടിയാണ്? എന്ത് പരിശീലനമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നതെന്നാണ് ഈ ലഭിച്ച ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്? ജെസി, ഇത് തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജ് അടക്കം നിൽക്കുന്ന ആ പ്രദേശത്തുള്ള ക്യാമ്പസ് പ്രെമിസസിലുള്ള ഒരു ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ട് കോളേജിന്റെയും അവിടുത്തെ സ്കൂളുകളുടെയും മാർ ബസേലിയസ് കോളേജിന്റെയും വിദ്യാർത്ഥികൾക്കുള്ള ഗ്രൗണ്ടായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ കോളേജ് വെക്കേഷൻ ആരംഭിച്ചതിന് പിന്നാലെ ഈ മാസം 18-ാം തീയതി, ഏപ്രിൽ 18-ാം തീയതിയാണ് ഇത്തരത്തിലൊരു ട്രെയിനിങ് ക്യാമ്പ് അവിടെ പ്രവർത്തിച്ചു തുടങ്ങിയത്. ഓഫീസേഴ്സ് ട്രെയിനിങ് ക്യാമ്പ് എന്ന രീതിയിലാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മെയ് മാസം 2-ാം തീയതി അത്തരത്തിലൊരു OTC തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നുണ്ട്. അതിന്റെ പരിശീലനം എന്ന നിലയ്ക്കാണ് 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഈ പരിശീലനം ഇവിടെ പുരോഗമിച്ചു വരുന്നത്. ഇതിൽ ആരാണ് അനുമതി നൽകിയത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. കോളേജ് അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ കോളേജ് മാനേജ്മെന്റോ പ്രിൻസിപ്പലോ അല്ല അനുമതി നൽകിയത് എന്ന് പറഞ്ഞിരിക്കുന്നു. സഭയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളാണോ അനുമതി നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. അപ്പോഴും ഇതിൽ വലിയ പ്രതിഷേധമാണ് SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വെക്കുന്നത്. SFI ഇതിൽ ആരാണ് ഇത്തരത്തിൽ ഒരു വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം അനുവദിക്കപ്പെട്ട ഗ്രൗണ്ടിൽ അവിടെ RSSന്റെ പരിശീലന ക്യാമ്പ് നടത്താൻ അനുമതി നൽകിയത് എന്ന ചോദ്യം ഉന്നയിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ വാർത്താക്കുറിപ്പും. അതായത് ഗോപാൽ, ഈ ഗ്രൗണ്ട് മറ്റാവശ്യങ്ങൾക്കായി സാധാരണഗതിയിൽ അങ്ങനെ വിട്ടുകൊടുക്കാറുണ്ടോ? പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കായുള്ള ഗ്രൗണ്ട് ആണെങ്കിൽ പോലും പല ഗ്രൗണ്ടുകളും ഒഴിവ് ദിവസങ്ങളിൽ മറ്റു പരിപാടികൾക്കായി വിട്ടുകൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വിട്ടുകൊടുക്കാത്ത ഒരു ഗ്രൗണ്ടാണോ ഇത്? അതെ, കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം കോളേജ് അധികൃതരോട് സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു കാരണവശാലും നമ്മൾ അത് വിട്ടുകൊടുക്കാറില്ല, എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാമെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. പിന്നീട് അവർ അന്വേഷിച്ചതിന് ശേഷം നമ്മോട് പ്രതികരണം പറഞ്ഞപ്പോൾ ഇത്തരത്തിൽ കോളേജ് അധികൃതർ അറിഞ്ഞിട്ടില്ല, മറ്റേതെങ്കിലും തരത്തിൽ അനുമതി വാങ്ങി നടത്തുന്നതായിരിക്കാം എന്ന രീതിയിൽ ഒരു വ്യക്തതയില്ലാത്ത പ്രതികരണമാണ് ഈ കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതേസമയം തന്നെ ഈ കോളേജ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മാർ ബസേലിയസ് കോളേജ് ഉണ്ട്, സർവോദയ സ്കൂൾ ഉണ്ട്, മാർ ഇവാനിയോസ് കോളേജ് ഉണ്ട്. അത്തരത്തിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു കോംപ്ലക്സ് ആണ് അവിടെ ഉള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പൊതു ഗ്രൗണ്ട് അത് കൂടുതലായി ഉപയോഗിക്കുന്നത് മാർ ഇവാനിയോസ് കോളേജിലെ വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികളുടെ മാത്രം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, കായിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഗ്രൗണ്ടാണ്. മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഇതുവരെ ഉപയോഗിച്ചതായി നമുക്ക് ഒരു തരത്തിലുള്ള വിവരവും ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നടന്നത് ആരുടെ അനുമതിയോട് കൂടിയാണ്? കാരണം സ്വകാര്യ സ്ഥാപനമാണ്, എയ്ഡഡ് സ്ഥാപനമല്ല, അതൊരു ഓട്ടോണമസ് കോളേജ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അപ്പോഴും ഇത്തരത്തിൽ